ഹായ് ബ്രൗണീസ്, എല്ലാവരും എന്തെടുക്കുക, സുഖമായിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഹെയർ കെയർ റൂട്ടീൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നമേ ചെയ്തു. അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഇൻറ്റേർണലിയും കൂടെ ശരിയാക്കിയിട്ട് എക്സ്റ്റേണലി എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹെയർ മാസ്കിനെ കുറിച്ച്, ഹെയർ ടോണറെ കുറിച്ചുമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ അത്യാവശ്യം ഔട്ട്സൈഡിൽ അത്യാവശ്യം നോയ്സ് ഉണ്ട്. ഇപ്പം മഴ പെയ്തിരിക്കുന്നുണ്ട്. ചീവീടിൻ്റേതായ സൗണ്ടുകളൊക്കെ കേൾക്കും. എന്നോട് ക്ഷമിക്കുക. അതുകൊണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പുതിയ മെമ്പേഴ്സിനെ വെൽക്കം ചെയ്യണ്ടേ? അതെ, വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പിടിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫുള്ള് ഹെയർ മാസ്ക്, ഹെയർ ടോണറെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഹെയർ മാസ്കിൻ്റെ പറഞ്ഞുതരാം ആദ്യം. അതായത് നമ്മൾ ഹെയർ മാസ്ക് യൂസ് ചെയ്യും, നിങ്ങളെല്ലാവർക്കും ഹെയർ മാസ്കും ഒന്നും യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നിങ്ങൾക്ക് ഹെയർ മാസ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ലാത്തത് ഞാൻ ഹെയർ ടോണറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന പരമാവധി നാച്ചുറലായിട്ടുള്ള സാധനം വെച്ച് ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ നോക്കുക. ഇഫ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പൊടികൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാവുള്ളൂ. അതായത് നിങ്ങൾ ഹെയർ മാസ്ക് എപ്പോൾ ഇട്ടാലും നിങ്ങൾ തലയിൽ, അതായത് സ്കാൽപ്പിലും ഹെയറിലും അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ട് മാത്രമേ ഹെയർ മാസ്ക് ഇടാൻ ശ്രമിക്കാവുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഓയിലിൽ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കാസ്റ്റർ ഓയിലോ വൈറ്റമിൻ ഇ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ഇതിൽ നമ്മുടെ ഹെയർ ഫാള്, ഹെയർ ഗ്രോത്ത്, പിന്നെ ഹെയർ ഡാർക്കാകാൻ, ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ, പിന്നെ ഡാൻഡ്രഫ് മാറാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ടോണേഴ്സൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എൻ്റെ ഹെയറും കൂടെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചോ, കമൻറ്റ് ഇട്ടോ, എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഹെയർ മാസ്കിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വാ. അത് കഴിഞ്ഞ് ഞാൻ ടോണേഴ്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഹെയർ മാസ്കിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും ഫുള്ള് എണ്ണ അത്യാവശ്യം തേക്കണമെന്ന്. അത് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ നിങ്ങൾ തേച്ച് വെക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചുള്ള ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു എണ്ണയാണ്. പിന്നെ നമ്മൾ ഈ സമയത്താണ് നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ചേർക്കണമെങ്കിൽ ഓയിലിൻ്റെ കൂടെ ചേർക്കേണ്ടത്. കാസ്റ്റർ ഓയിലോ നമ്മളിപ്പോൾ എപ്പോഴും എണ്ണയൊന്ന് ലൈറ്റായിട്ട് ഒന്ന് ചെറു ചൂടാക്കിയിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഹെയർ ഗ്രോത്തിനെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ മാസ്ക് വന്നിട്ട് ഡാൻഡ്രഫിലുള്ളതാണ്. ഡാൻഡ്രഫിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയിലയാണ്. പേരയില നമുക്ക് വെള്ളത്തിലും അല്ലെങ്കിൽ തൈരിലോ നിങ്ങൾക്ക് മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പേരയിലയിൽ ആൻറ്റി മൈക്രോബിയൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ആ ഡാൻഡ്രഫൊക്കെ കുറയ്ക്കാനെല്ലാം സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ചാറ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അതനുസരിച്ച് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. നിങ്ങൾ ഇതിന് മുമ്പ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇഫ് നിങ്ങൾ ഹെയർ ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് ഇപ്പോൾ ഈ പേരയിലയുടെ ഈ ഒരു ഇത് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങളൊരു നോർമൽ വെള്ളത്തിൽ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഇത് ആര്യവേപ്പാണ് വേണ്ടത്. ആര്യവേപ്പ് നമ്മൾ വെള്ളം കൂട്ടി എടുക്കുക. നിങ്ങൾക്ക് വേറൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം കൂട്ടി ജസ്റ്റ് നമ്മുടെ തലയിൽ തേക്കാൻ പാകത്തിന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ വെള്ളം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുക.
ഡാൻഡ്രഫ് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയറിലും കൂടെ അപ്ലൈ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതും അത്യാവശ്യം ഇതിൽ ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഡാൻഡ്രഫൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി അടുത്ത ഹെയർ മാസ്ക് വന്നിട്ട് ഹെയർ ഗ്രോത്തിന് ഹെയർ ഫാളിനും ഉള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഹെയർ മാസ്കിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സബോളയും പിന്നെ ആലോവേറയാണ്. ഒരെണ്ണം എടുത്താൽ മതി. നിങ്ങൾക്ക് സബോള ഇല്ലെങ്കിൽ ചെറിയുള്ളിയോ ചെറിയുള്ളി എടുത്താലും മതി. അതിൻ്റെ നീര് ബ്ലെൻഡ് ചെയ്തിട്ട് അതിൻ്റെ നീര് മാത്രം എടുക്കുക. അത്യാവശ്യം ചെറിയൊരു പുകച്ചിൽ നമുക്ക് കണ്ണിനൊക്കെ ഉണ്ടാകും. അത് സാരമില്ല, അത് നോർമലാണ്. പിന്നെ അലർജി ഉള്ളവരൊന്നും ഇത് രണ്ടും യൂസ് ചെയ്യേണ്ട. രണ്ടാമത്തെ പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തലയിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുക. അതിൽ ഒനിയൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റും പിന്നെ നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ കണ്ടൻറ്റും പിന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻസും ഒനിയനിലുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ഹെയർ റൂട്ട്സിനും പിന്നെ നമ്മുടെ മുടിയൊക്കെ കുറച്ച് തിക്ക് വരാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഹെയർ ഗ്രോത്തിന് ഹെയർ ഫാളിനൊക്കെ സഹായിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആലോവേറ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുടി ഒന്ന് അത്യാവശ്യം മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇനി ഇത് ആലോവേറ അലർജി ഉള്ളവരാണെങ്കിൽ ഒണിയൻ മാത്രം യൂസ് ചെയ്താലും മതി. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഹെയർ ഗ്രോത്തിൻ്റെ നിങ്ങൾക്ക് രണ്ടാമത്തെ പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഉലുവയാണ്. ഉലുവ നിങ്ങൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അരച്ചെടുത്ത് നിങ്ങൾക്ക് തലയിൽ തേക്കാം. പക്ഷേ എനിക്കത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അത്യാവശ്യം ഈ എപ്പോഴും തല ഒരുപാട് തണുപ്പ് വന്ന് എനിക്ക് ശ്വാസം മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടാണ് ഉലുവ എങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഹെയർ ഗ്രോത്തിന് ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അപ്പം അടുത്ത നമ്മുടെ ഹെയർ മാസ്ക് മുടി കറുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് നമുക്കിവിടെ വേണ്ടത് ചെമ്പരത്തി, കറ്റാർവാഴ പിന്നെ കറിവേപ്പിലയാണ് വേണ്ടത്. ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം കറിവേപ്പിലയാണ്. ബാക്കി നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും നോ ഇഷ്യൂ. പിന്നെ നിങ്ങൾക്കിത് ഇങ്ങനെ നാച്ചുറലായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പൗഡർ യൂസ് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതെങ്ങനെ, അതായത് നമ്മുടെ കറിവേപ്പിലയാണ് മുടിക്ക് കറുപ്പ് കളർ നൽകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കറ്റാർവാഴ വന്നിട്ട് മോയ്സ്ചറൈസർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ചെമ്പരത്തി താളിയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് മുടിക്ക് ഒന്ന് ഷൈൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെമ്പരത്തി താളി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക, നന്നായി കഴുകിയെടുത്തിട്ട് മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് പിഴിഞ്ഞിട്ട് ഒരു ക്ലോത്ത് വെച്ച് പിഴിഞ്ഞ് അത്യാവശ്യം എടുത്തിട്ട് അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും മതി. അത് കഴിഞ്ഞ് നിങ്ങൾ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാനും മറക്കരുത്. പിന്നെ ഇതുപോലത്തെ ഉള്ള ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യണം. എന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. നമ്മുടെ മുടിയുടെ കറുപ്പ് കിട്ടാനല്ലേ. അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ ഷാഫ്റ്റിലും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. മുടിക്ക് കറുപ്പ് കളർ കിട്ടാൻ ഇനി നമുക്ക് രണ്ടാമത്തെ പാക്കായിട്ട് വേണ്ടത് നീലയമരിയുടെ പൗഡറും മൈലാഞ്ചി പൗഡറുമാണ്. നിങ്ങൾ മൈലാഞ്ചി പൗഡർ 1.5 സ്പൂണും നീലയമരിയുടെ പൗഡർ ഒരു 2-2.5 സ്പൂണിനും എടുത്തെടുക്കുക. എന്നിട്ടത് വെള്ളം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തലേ ദിവസം മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ഇടുക. ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, കാരണം ഇന്നായിരുന്നു ഞാൻ ഇടാനിരുന്നത്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന അന്നായിരുന്നു ഞാൻ ഇടാനിരുന്നത്. അപ്പോൾ എനിക്ക് സൈനസൈറ്റീസിൻ്റെ പ്രശ്നം വന്നിട്ട് എനിക്ക് ജലദോഷമൊക്കെ ആയി. അതുകൊണ്ടാണ് ഞാൻ ഇടാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പം അടുത്ത ഹെയർ മാസ്ക് വന്നിട്ട് നമ്മുടെ മുടിയുടെ ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ മാറി മുടിയൊന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയും പൂവും പിന്നെ ഫ്ലാക്സ് സീഡുമാണ്. ഇത് രണ്ടും നമ്മുടെ ഹെയറിനൊരു കണ്ടീഷണർ എഫക്റ്റ് കൊടുക്കുന്നതിനാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇത് പിഴിഞ്ഞിട്ട് ഒരു തുണി വെച്ച് പിഴിഞ്ഞ് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിലും അപ്ലൈ ചെയ്യാം. അല്ലാതെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാൻ മറക്കരുത്. ഇല്ലെങ്കിൽ ഇത് തലയിലിരുന്നാൽ പോലും ഇതിൻ്റെ പാർട്ടിക്കിൾസ് തലയിലിരുന്നാൽ പോലും
നമുക്ക് ഡാൻഡ്രഫ് വരും. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കഴുകുമെങ്കിൽ മാത്രം നിങ്ങൾ അതേപടി തേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് അരിച്ചിട്ട് തേക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഹെയർ സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത റെമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്ക ജസ്റ്റ് അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സ്ലൈമി പോലെ ആകുമ്പോൾ നമ്മളത് വാങ്ങി അരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഒഴിക്കുക. അത് രണ്ടും മിക്സ് ചെയ്ത് ഹെയർ ഫുൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഹെയർ അത്യാവശ്യം നല്ല രീതിക്ക് സ്മൂത്തായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് ഞാനിപ്പം അത് തേച്ച് കഴിഞ്ഞ് അത്യാവശ്യം ഒരു 4-5 ദിവസത്തിന് മേളിലായിട്ട് പോലും എൻ്റെ ഹെയറിൻ്റെ സ്മൂത്ത്നെസ് ഇപ്പോഴും പോയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ക്കുക. അത്യാവശ്യം ഫ്രിസ്നെസ്സും മാറും. ഹെയർ അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വോളിയമൈസ് ആയിട്ടൊക്കെ തോന്നിക്കാൻ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യും. നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവരും ഹെയർ മാസ്കിൻ്റെ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുള്ളാകും. എൻ്റെ അകത്ത് ഞാൻ എല്ലാം സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നേക്കുന്നത്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഉപകാരപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്നോട് കമൻസിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഹെയർ ടോണേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഹെയർ ടോണർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറലി ഉണ്ടാക്കുന്ന സാധനമാണ്. 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്നുമില്ല, വെള്ളം, പിന്നെ എന്താണ് നമുക്ക് ഉപയോഗിക്കേണ്ട സാധനം, അത് മാത്രം. അപ്പം ഞാൻ ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യുന്നതിൽ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ചെയ്യാൻ നോക്കുക. പിന്നെ എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമാണോ ആവശ്യം അത്രമാത്രം നിങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഒരു സ്പ്രേ ബോട്ടിലോ എങ്ങനെയാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സിമ്പിൾ അതുപോലെ വയ്ക്കുക. സ്പ്രേ ബോട്ടിലിൽ വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പോ ഒക്കെ നിങ്ങൾ ഒന്ന് പുറത്തെടുത്ത് വെക്കുക. കാരണം ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ടാവും. ആ തണുപ്പ് അത്യാവശ്യം തലയിൽ ഇരിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഹെയർ ടോണർ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഞാൻ പറഞ്ഞായിരുന്നു മുന്നത്തെ എപ്പോഴോ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ നൈറ്റ് റുട്ടീൻ മോർണിംഗ് റുട്ടീനിൽ നിങ്ങൾക്ക് ടോണേഴ്സ് യൂസ് ചെയ്യുക, അതിന് പറ്റിയ ടോണേഴ്സ് ഞാൻ പറഞ്ഞുതരാമല്ലോ. അതാണിത്. പക്ഷെ നിങ്ങൾ സൈനസൈറ്റീസോ അങ്ങനത്തെ എന്തെങ്കിലും ജലദോഷം പനി എന്തെങ്കിലും തല നനഞ്ഞിരിക്കുമ്പോൾ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടോണേഴ്സ് രാത്രി യൂസ് ചെയ്ത് കിടക്കരുത്. ഇഫ് നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ നൈറ്റൊക്കെ ടോണേഴ്സ് യൂസ് ചെയ്ത്, അതായത് നൈറ്റ് റുട്ടീനിൽ നിങ്ങൾക്ക് ടോണേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ എണീക്കുന്നതിന് ആ സമയത്തോ എപ്പോഴേലും നിങ്ങൾ ഫുള്ളൊന്ന് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി. അപ്പം എല്ലാവരും ടോണേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് വാ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന കാര്യം, സിമ്പിൾ ഇൻഗ്രീഡിയൻ്റ്. നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വേറെ ഇത് ഞാൻ ഓൾറെഡി അതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കതും എന്തെങ്കിലും ഡൗട്ടോ ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരും. അപ്പം ടോണേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് വാ. അപ്പം നമ്മുടെ ടോണറിൽ ഫസ്റ്റത്തെ ഹെയർ ഗ്രോത്തിനുള്ളതാണ്. അപ്പോൾ ആദ്യം വന്നിട്ട് നമുക്ക് റോസ്മേരി ലീവ്സാണ് വേണ്ടത്. അത് ഒറിജിനൽ കിട്ടിയാൽ അത്രയും നല്ലത്. നിങ്ങൾ പൊടിയൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് അതിൻ്റെ ലീവ്സ് ഉള്ളത് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും. അത് നമ്മൾ വെള്ളം ചേർത്ത് അത്യാവശ്യം ഒരു 10-15 മിനിറ്റ് ബോയിൽ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും. അത് കഴിഞ്ഞ് ഓഫാക്കി നിങ്ങൾ സ്പ്രേ ബോട്ടിലിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇഫ് നിങ്ങൾക്ക് റോസ്മേരി ലീവ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കറിവേപ്പില ഇതുപോലെ തന്നെ തിളപ്പിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് വന്ന ടോണർ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഞാൻ തുളസിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സെയിം ബോയിൽ ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി ഹെയർ ഫുൾ അപ്ലൈ ചെയ്യുക. അതും സ്കാൽപ്പിൽ മാത്രം. നിങ്ങൾക്ക് നൈറ്റ് റുട്ടീൻ മോർണിംഗ് റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് തുളസി പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ആര്യവേപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ തുളസിയുടെ ഗുണം വേറെ എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കാൽപ്പിലെ ഇച്ചിനെസ്സൊക്കെ കുറയാൻ നമുക്ക് സഹായിക്കും. പിന്നെ നമ്മുടെ തലയിൽ പേൻ ശല്യമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തുളസി നമ്മുടെ തലയിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടോണറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇലയായിട്ട് തന്നെ ജസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പ് മുടി കെട്ടി കഴിയുമ്പോൾ മുടിയുടെ ഇഴകളിലേക്ക് തുളസിയുടെ ഇല വെച്ചാൽ പേൻ ശല്യം അത്യാവശ്യം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ഹെയർ സ്മൂത്താകാൻ വേണ്ടി നമുക്ക് വേണ്ട ടോണർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കത് ടോണറായിട്ട് ഉപയോഗിക്കാം, കണ്ടീഷണറുമായിട്ടും ഉപയോഗിക്കാവേ.
അപ്പോൾ ഇത് വന്നിട്ട് ഫ്ലാക്സ് സീഡാണ്, അതായത് ചണവിത്തിൻ്റെ ഇത്. അപ്പോൾ അത് നമ്മൾ ബോയിൽ ചെയ്ത് ഒരു 1-2 സ്പൂൺ ബോയിൽ ചെയ്തിട്ട് അത് ജെല്ല് ഫോമിലാകുമ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്കതിൻ്റെ ജെല്ല് നമ്മുടെ മുടിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ ഹെയർ അത്യാവശ്യം സ്മൂത്ത് ആകുന്നത് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചണവത്ത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവാണെങ്കിലും ഇതുപോലെ തന്നെ ബോയിൽ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ജെല്ല് എടുത്തിട്ട് നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് വന്നിട്ട് ഹെയർ ഗ്രോത്തിന് അല്ലെങ്കിൽ ഹെയർ ഫാളിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഉലുവ. ഉലുവ നിങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ, കാരണം നമുക്ക് ഹെയർ ഫാൾ ഹെയർ ഗ്രോത്തും ഉണ്ടാവേണ്ടതല്ലേ. അപ്പോൾ സ്കാൽപ്പിൽ നിന്നുള്ളത് കൊണ്ട് നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് ഞാൻ മുന്നമേ പറഞ്ഞു തന്നത് ഹെയർ ഫാളിന് യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, ഞാനെല്ലാം സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനെൻ്റെ ആഫ്റ്റർ നിങ്ങൾക്ക് ഇത്രയും റുട്ടീൻ കാണിച്ച് തന്നപ്പോൾ തന്നെ എൻ്റെ ഹെയറിൽ തന്നെ അത്യാവശ്യം ഇത് കണ്ടില്ലേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ഹെയർ കുറച്ചുകൂടെ ബൗൺസിയായി, എനിക്ക് കുറച്ചുകൂടെ ആ തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, ഈ 100% ഉറപ്പാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഫുഡ് കെയർ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണം എന്നുള്ളവരാണെങ്കിൽ കമൻറ്റ് ഇടുക. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, കാരണം നമ്മൾ കുറേ നാളായിട്ട് ഗ്രൂമിങ് തന്നെ നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എനിക്കും പോകാൻ എടുത്തെടുക്കുമായി, നിങ്ങൾക്കും അറിയണമെന്നുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഫുഡ് കെയർ നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, എങ്കിൽ ഞാൻ ഇതിനൊരു വീഡിയോ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ നേരെ അടുത്ത നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഗ്രൂമിങ്ങിൽ എന്നാ ഹെയറിനെ കുറിച്ചും സ്കിന്നിനെ കുറിച്ചും പറഞ്ഞു തന്നിട്ട് എന്തുകൊണ്ട് മേക്കപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ലെന്ന്. അത് നമുക്ക് അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വരുന്നുണ്ട്, അതിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതുവരേക്കും ബൈ. ഇപ്പോൾ ഒറിജിനൽ ബൈ.